നമസ്കാരം ഗൈസ്, എങ്ങനെയുണ്ട് എല്ലാവരും? സുഖം തന്നെയല്ലേ? ഇന്ന് നമ്മൾ ആക്ച്വലി വന്നിരിക്കുകയാണ് നമ്മളുടെ ഭാരത് മണ്ഡപം. ഇവിടെയാണ് പണ്ടത്തെ പ്രകൃതി മൈതാനാണെന്ന് തോന്നുന്നു, ഇപ്പോൾ പുതിയ പേരാണ്. അപ്പോൾ ഇവിടെ ഞാൻ വന്നിരിക്കുന്നത് ഭാരത് മൊബിലിറ്റി ഗ്ലോബൽ എക്സ്പോ 2025 കണ്ടില്ലേ പിന്നിൽ. അപ്പോൾ ബേസിക്കലി ഈ എക്സ്പോ ഇന്ന് ഓട്ടോ എക്സ്പോ ഉണ്ട് ഇന്നത്തെ ദിവസം. പിന്നെ പല സംഭവങ്ങളുണ്ട്. 20th അങ്ങോട്ട് തുടങ്ങിയാണിത്. 20th അല്ല 17th ആണ് തുടങ്ങിയാണ്. ടിൽ 22nd വരെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇന്നത്തെയും നാളത്തെയും ആക്ച്വലി രജിസ്ട്രേഷൻ ചെയ്തു. അപ്പോൾ വിസിറ്റേഴ്സിനൊക്കെ ഫ്രീ ആണ്, എൻട്രി ഫ്രീയാണ്. പക്ഷേ ഓൺലൈൻ ചെന്ന് നമുക്ക് രജിസ്ട്രേഷൻ ചെയ്യണം DMRC ആപ്പിൽ കൂടെ. അപ്പോൾ അതിൽ രജിസ്ട്രേഷൻ ചെയ്ത് അവർ QR കോഡൊക്കെ സ്കാൻ ചെയ്തിട്ട് നമ്മൾ ഉള്ളിൽ വന്നിരിക്കാം. അപ്പോൾ നമുക്കിന്ന് ഇവിടെ കുറേ വണ്ടികൾ കാണാം. എനിക്ക് കുറേ നാളെ ഞാൻ വിചാരിക്കായിരുന്നത് ആക്ച്വലി വരണമെന്ന് ഇങ്ങനെ ഒരു എക്സ്പോയിലൊക്കെ. കാരണം പണ്ട് നമ്മൾ സ്കൂളിൽ ഇങ്ങനെ എക്സിബിഷന് നമ്മളെ ടീച്ചേഴ്സൊക്കെ കൊണ്ടായിരുന്നു. ഒരു സാധനം കാണിച്ചാൽ കേട്ടോ, നല്ല രസമുണ്ട്. ഒരു അംബാസിഡർ, പണ്ടത്തെ അംബാസിഡർ നോക്കി വണ്ടി വയ്ക്കുക, പണ്ടത്തെ അംബാസിഡർ. ഇവിടെ ബേസിക്കലി ഇങ്ങനെ കുറേ വണ്ടികളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഫ്രീ ആട്ടോ. അവിടെ നിന്ന് നമ്മൾക്ക് ഗേറ്റിൽ നിന്ന് കൊണ്ടുവരും. ഇങ്ങനത്തെ പിക്കപ്പ് ട്രക്സൊക്കെ ഉണ്ട്. ഭയങ്കര നന്നായിട്ട് ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ആക്ച്വലി അവിടെ നിന്നുള്ള ഫുള്ള് ഡീറ്റെയിൽസ് വെബ്സൈറ്റിൽ കൂടെ എടുത്തത്. അപ്പോൾ വെബ്സൈറ്റിൽ എന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു സുപ്രീം കോർട്ട് മെട്രോ സ്റ്റേഷനിൽ വന്നാൽ അവിടെ നിന്ന് 2 മിനിറ്റ് 5 മിനിറ്റിൻ്റെ വാക്കിംഗ് ഡിസ്റ്റൻസ് ഉള്ളൂ. ആൻഡ് ദാറ്റ് ഈസ് ഫാക്ട്. ഞാനിപ്പോൾ ആക്ച്വലി ആകെ 3 മിനിറ്റ് നടന്നിട്ടുള്ളൂ. അപ്പോൾ അതാണ് ഇപ്പോൾ ഈ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് കിടക്കാം. നമ്മളിപ്പോൾ എക്സിബിഷനിലാണ്. നമുക്ക് നോക്കാം ഇന്ന് എന്തൊക്കെ കാണാൻ പറ്റുന്നു. ഇതാണ് ഹാൾ നമ്പർ 11, ബിയോണ്ട് ബൗണ്ടറീസ്, മിനിസ്ട്രി ഓഫ് കോമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. അപ്പോൾ നമ്മൾക്കിത് നോക്കാം. ഇവിടെ കുറേ വണ്ടികൾ കാണുന്നുണ്ട് നമ്മൾക്ക്. സോ ലെറ്റ്സ് ഗോ ഇൻസൈഡ് ആൻഡ് ചെക്ക് ഇറ്റ് ഔട്ട്. സംഭവം ഇവിടെ ഭയങ്കര ക്രൗഡൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് കാണാമല്ലോ പിന്നിൽ നല്ല അടിപൊളി ക്രൗഡ് ഉണ്ട് ഇവിടെ. ഇന്ന് 3ാമത്തെ ദിവസമുണ്ട്. പക്ഷേ ഇന്നത്തെ ദിവസം ഇത്രയും ക്രൗഡ് ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ ഭയങ്കര കാര്യം തന്നെയാണ്. എസ്പെഷ്യലി പല കമ്പനീസുണ്ട്. പക്ഷേ മോസ്റ്റ്ലി ഇന്ത്യൻ കമ്പനീസാണ് ഞാനിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ. അപ്പോൾ ഇന്ത്യൻ കമ്പനീസിൽ തന്നെ കുറേ പുതിയ വെഞ്ചേഴ്സും പിന്നെ ഓൺട്രപ്രണേഴ്സൊക്കെ ഇങ്ങനെ പിന്നെ സ്റ്റാർട്ടപ്സും അങ്ങനത്തെ കുറേ കമ്പനീസൊക്കെ ഇപ്പോൾ ഇവിടെ വന്ന് അവർ പ്രൊഡക്ഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോരോ കാറിൻ്റെ നമ്മൾ ഡിസൈൻസും ഇതൊക്കെ കാണുമ്പോൾ സമ്മതിച്ചു കൊടുക്കണം. ഇപ്പോൾ മഹീന്ദ്രയുടെ തന്നെ ഞാൻ ആ പുതിയൊരു വണ്ടി ഇറങ്ങിയിട്ടുണ്ട്, BE6E എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് കാണാൻ വേണ്ടിയിട്ടാണ് ബേസിക്കലി ഞാൻ വന്നത്. കാരണം ആ വണ്ടിക്ക് ഭയങ്കര ഒരു സ്റ്റെബിലിറ്റിയും പിന്നെ EV ആണ്. അത് ഭയങ്കര ഒരു വണ്ടിയാണ്. അതിൻ്റെ ടോർക്കും സ്പീഡൊക്കെ ഭയങ്കര അടിപൊളി സ്പീഡായിന്. അപ്പോൾ അത് നോക്കിയിട്ടാണ് ഞാൻ ആക്ച്വലി ഇന്ന് വിചാരിച്ചത് ഇന്ന് മഹീന്ദ്ര BE6E എന്തായാലും കണ്ടിരിക്കണം. സോ ലെറ്റ്സ് സീ ഇഫ് യു ക്യാൻ ഫൈൻഡ് ഇറ്റ് ടുഡേ, അല്ലെങ്കിൽ നാളെ കാണാം. മോസ്റ്റ്ലി കുറേ EV വണ്ടികൾ ഇഷ്ടം പോലെ ഇവിടെ ഉണ്ട്. ഈ ഒരു വണ്ടി നോക്കിയാൽ ഈസിയോ. ഈ ഈസിയോ റീഡിഫൈനിങ് മൊബിലിറ്റി. ഇത് 3 വീലിൻ്റെ അത് ബേസിക്കലി. ഇത് കണ്ട പിന്നിലുള്ള വീല് കണ്ടത്. അപ്പോൾ ഇത് ടേണിങ് ചെയ്യണ സമയത്ത് ഇതിൻ്റെ സ്റ്റെബിലിറ്റി അടിപൊളി സ്റ്റെബിലിറ്റി അത്. സോ ഇഫ് യു സീ ദിസ് 3 വീൽ കാർ, ഇതൊക്കെയാണ് പോയി നമ്മളുടെ ഫ്യൂച്ചേഴ്സ് ആവാൻ പോകുന്നത്. ഇതല്ല കേട്ടോ, ഇത് മോഡലാണ്. ഫ്യൂച്ചർ ഓഫ് നമ്മളെല്ലാവരുടെയും ഫ്യൂച്ചർ ഇത് കേട്ടോ വണ്ടികളുടെ. ഇത് കണ്ടില്ല, ഇതൊക്കെയാണ് നമ്മുടെ ചാർജിങ് സ്റ്റേഷൻസ് വരാൻ പോകുന്നത്. ഡൽഹിയിൽ ഇഷ്ടംപോലെ ചാർജിങ് സ്റ്റേഷൻസ് ഇപ്പം ഉണ്ട് ഇവിടെ. പക്ഷേ ദിസ് ഈസ് വാട്ട് ദ ഫ്യൂച്ചർ ലുക്സ് ലൈക്ക്. നമ്മളുടെ നാട്ടിലിത് തുടങ്ങിയാണ്. ഇപ്പോൾ ഈ ഗ്രീൻ നമ്പർ പ്ലേറ്റ് ഒക്കെ കാണുന്നതൊക്കെയാണ് നമ്മുടെ ഇലക്ട്രിക്കൽ സ്കൂട്ടേഴ്സും EV വണ്ടികൾ. ഇതെല്ലാതും EV വണ്ടികളാണ്. ഈ ബൈക്കൊക്കെ നോക്കിയാൽ മോനെ അടിപൊളിയല്ലേ. ഞാൻ ഈ സ്കൂട്ടേഴ്സിൽ ഭയങ്കര ഇൻട്രസ്റ്റഡാണ്. കാരണം എനിക്കിപ്പോൾ ഒരു സ്കൂട്ടർ മേടിക്കുന്നുണ്ട്. പക്ഷെ അത് EV ആവണോ അതോ
എന്നൊന്നും എനിക്കിപ്പോഴും അറിഞ്ഞൂടാ. കാരണം നമ്മളിപ്പോൾ പുതിയതായിട്ടല്ല വന്നത്, അപ്പോൾ ഇതിനെ പറ്റിയൊക്കെ പഠിച്ചുകൊണ്ടിരിക്കണം. നമ്മുടെ സ്വന്തം അശോക് ലൈലൻഡ് മോനെ, എത്ര കൊല്ലമായി ഈ കമ്പനി എന്നറിയോ? ഈ വണ്ടി ദുബായിൽ വരെ ഉണ്ട്. ഈ വണ്ടിയും EV ആണ് കേട്ടോ. തിരക്കണ്ട മക്കൾ ഇവിടെ. അവിടെ ആ വണ്ടി ഒന്ന് ഓണാക്കി അതിൻ്റെ ഒച്ച കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ജനങ്ങൾ. ഇത് സ്പോർട്സ് കാർ ബിഗ് ബോയ് ടോയ്സ് അവരുടെ ഇതാണ്. ഇതിൽ പോർഷ്, ഫെറാറി എല്ലാ പണ്ടാറും ഉണ്ട്. അത് കാണാൻ വേണ്ടിയിട്ട് തിരക്ക്. ഇപ്പം എനിക്ക് ഇവിടുന്ന് നീങ്ങാൻ പോലും പറ്റില്ല, അത്രയും. എല്ലാം നമ്മളുടെ യങ്സ്റ്റേഴ്സാട്ടോ ഇവിടെ. ഇവിടെ ഭയങ്കര ഒച്ച. അപ്പോൾ ഈ ഒരു ഹോൾ നമ്പർ 1 നമ്മൾ കഴിഞ്ഞു. ഇപ്പം നമ്മൾ കണ്ടത് ഹോൾ നമ്പർ 1ൻ്റെ ഇതാണ്. അവിടെ കുറേ സൂപ്പർ കാർസും പിന്നെ ഇലക്ട്രിക്കൽ ചാർജിങ് ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ ഒരു ഹോൾ ഉണ്ട്, അവിടെ ഉണ്ടൊരെണ്ണം. അപ്പോൾ അതും കൂടി ഒന്ന് നമുക്ക് കാണാം. ഇവിടെ കുറേ ഹോൾസ് ഉണ്ട് കേട്ടോ, ഏതാണെന്നൊന്നും മനസ്സിലാവില്ല എനിക്ക്. പക്ഷേ ഇതിപ്പോൾ നമ്മൾ പോയത് ഹോൾ 11. നെക്സ്റ്റ് ഹോൾ 12 ആൻഡ് 12A. ലെറ്റ്സ് ഗോ ആൻഡ് ചെക്ക് ഇറ്റ് ഔട്ട് ദെയർ. ഈ ഹാളിൽ ബേസിക്കലി ബാറ്ററീനെ പറ്റിയിട്ടുള്ള കൂടുതൽ ഇത് സംഭവങ്ങളാണ്. വണ്ടികളുണ്ടോയെന്ന് അറിഞ്ഞൂടാ, പക്ഷേ ലെറ്റ്സ് ഫൈൻഡ് ഇറ്റ് ഔട്ട്. ഈ ഹാളിൽ കൂടുതലും അബൌട്ട് ബാറ്ററീസ് ആണ്. അപ്പോൾ ബാറ്ററീനെ പറ്റിയിട്ടാണ് കൂടുതൽ ഇതിൽ അഡ്വർടൈസ് ചെയ്തിരിക്കുന്നത്. ഇത് കണ്ടില്ല, ഇതൊക്കെ ഓരോരോ എക്യുപ്മെൻറ്റ്സാണ് നമ്മുടെ വണ്ടിയുടെ ഉള്ളിൽ ഉണ്ടാവുന്നത്. അപ്പോൾ നിങ്ങൾക്കിപ്പം മനസ്സിലാവുന്നില്ല വണ്ടിയുടെ ഉള്ളിൽ എന്തൊക്കെയായിട്ടായിരുന്നു. ഇത് ബേസിക്കലി ഇതാണ് നമ്മുടെ ബാറ്ററി, വണ്ടിയുടെ ഉള്ളിലുണ്ടാവുന്ന ബാറ്ററിയിൽ കണ്ട. ബൈക്കിന് വേണ്ടിയിട്ടുള്ളതും എല്ലാം ഇതാണ്. ഈ സംഭവമാണ് നമ്മൾ ചാർജ് ചെയ്തിട്ട് ബേസിക്കലി ഓടിക്കുന്നത്. ഇത് കണ്ട, ഓട്ടോറിക്ഷയുടെ ബാറ്ററിയാണ് കാണുന്നത്. ഈ സംഭവം ഇത് ആക്ച്വലി ഓട്ടോറിക്ഷയിൽ ഉണ്ടാവുന്ന ഒരു ബാറ്ററിയാണ്. ഇതൊരു ആമറോൺ ബാറ്ററി. ആമറോൺ ബാറ്ററിനെ പറ്റി കേട്ടിട്ടില്ല. ഇത് ബേസിക്കലി എൻ്റെ വണ്ടിയിലും ഈ ബാറ്ററി ആയിരുന്നു ദുബായിലുണ്ടായിരുന്നത്. ഇത് കാറിൻ്റെ ഉള്ള ബാറ്ററിയാണ് കണ്ട. ഇത് ബേസിക്കലി ഒരു ഫ്ലാറ്റ് സർഫസാണ് നമ്മുടെ വണ്ടിയുടെ അടിയിലുണ്ടാവുന്നത്. അപ്പോൾ കാറിനുള്ള ബാറ്ററി ഉണ്ട്. ഇതാണ് സംഭവം ആക്ച്വലി ചാർജ് ആവുന്നതും നമ്മളെ വണ്ടി ഓടിക്കുന്നതും. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ 90s ബേസിക്കലി നമ്മൾ എന്ന് വെച്ചാൽ എനിക്ക് ഓർമ്മയുള്ള കാലം മുതൽ 90s ഒക്കെ നമ്മൾ ഡീസലും പെട്രോളും അങ്ങനത്തെ വണ്ടികളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ വളരെ ചുരുക്കമായിരുന്നു നമ്മുടെ ബാറ്ററി ഓപ്പറേറ്റഡ് വണ്ടികളൊക്കെ. ഇന്നെന്ന് പറഞ്ഞാൽ അത്രയും കൂടുതൽ ബാറ്ററി ഓപ്പറേറ്റഡ് വണ്ടികൾ ഇപ്പോൾ ഡൽഹിയിൽ തന്നെ ഈവൻ ദി ഗവൺമെൻറ് ഈസ് എൻകറേജിങ് പീപ്പിൾ ടു ബൈ ബാറ്ററി ഓപ്പറേറ്റഡ് കാർസ് ഓർ സ്കൂട്ടേഴ്സ്. കാരണം എന്താ, ഇപ്പോൾ നിങ്ങളത് മേടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ ടാക്സും പിന്നെ സബ്സിഡീസും പല സംഭവങ്ങളും ഉണ്ടായില്ല. കാരണം എൻകറേജ് ചെയ്യുന്ന പബ്ലിക്കിനോട് ബാറ്ററി ഓപ്പറേറ്റഡ് വണ്ടികൾ മേടിക്കാൻ വേണ്ടിയിട്ട്, സോ ദാറ്റ് വി ക്യാൻ റെഡ്യൂസ് ദി പൊല്യൂഷൻ. പിന്നെ നമുക്ക് അറിഞ്ഞൂടെ അതിൻ്റെ ഫ്യൂച്ചർ എങ്ങനെയാണെന്ന്. എനിക്കൊന്ന് ഫൈനലി ഫ്യൂച്ചർ അവിടെ വരെയാണ് എത്താൻ പോകുന്നത് നമ്മൾ. ഇതാണ് Bolt.earth ബാറ്ററി കമ്പനി, ഇന്ത്യാസ് ലാർജസ്റ്റ് EV ചാർജിങ് നെറ്റ്വർക്ക്. സോ ബേസിക്കലി ഇവരുടെ ക്ലയൻറ്റൽസ് നോക്കിക്കഴിഞ്ഞാൽ ബജാജ്, പ്രസ്റ്റീജ് ഗ്രൂപ്പ്, മഹീന്ദ്ര, റാപ്പിഡോ എല്ലാവരും ഇവരുടെ ക്ലയൻറ്റൽസ് ഉണ്ട്. അപ്പോൾ നമ്മൾക്കറിയാത്ത പല കാര്യങ്ങളും നമ്മൾ ഈ എക്സിബിഷനിൽ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. ഇത് കണ്ടില്ലേ, ഓല സ്കൂട്ടർ. കുറേ പുറം രാജ്യത്തെ കമ്പനീസും വന്നിട്ടുണ്ട് ഇവിടെ. അവരവരുടെ എക്സിബിഷനും ചെയ്യുന്നുണ്ട്. ഇറ്റാലിയൻ പിന്നെ ജാപ്പനീസ് അങ്ങനെ പല കമ്പനീസും ഉണ്ട്. അപ്പോൾ ഇന്ത്യയുടെയും ഇഷ്ടംപോലെ കമ്പനീസ് ഉണ്ട് അവർ ഇവിടെ എക്സിബിഷൻ ചെയ്യണവർ. പക്ഷെ നോക്കിക്കഴിഞ്ഞാൽ കോമ്പറ്റീഷൻ അത്രയും ഫിയർസാണ്. അപ്പോൾ ആ കോമ്പറ്റീഷൻ അത്രയും ഫിയർസ് ആയതുകൊണ്ട് നമ്മൾക്ക് മനസ്സിലാക്കാം നമ്മളുടെ ഇന്ന് എക്കണോമിക് സ്ട്രാറ്റജിയിൽ എക്കണോമിക് ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ആക്ച്വലി ഡെവലപ്പിംഗ് അല്ല, നമ്മൾ ഓൾറെഡി ഡെവലപ്പായി. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഇത് കണ്ട, എനിക്ക് ഇന്ത്യയുടെ ഒരു ഫ്ലാഗ് പുറത്ത് കുറച്ച് ടീച്ചേഴ്സ് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കുറേ കുട്ടികളുടെ എഡ്യൂക്കേഷനും അതിനും വേണ്ടിയിട്ട് ഒരു ഫ്ലാഗ് ഇട്ടു. എന്നിട്ട് പറഞ്ഞു കുറച്ച് ഡൊണേഷനൊന്നും തരാൻ. അപ്പോൾ ഞാൻ അങ്ങനെ എടുത്തിട്ട് 100 രൂപ കൊടുത്തു. എൻ്റെ കയ്യിൽ ക്യാഷ് ഉണ്ടായിരുന്നില്ല, അവർ മറ്റേ എടുക്കണമില്ല. അപ്പോൾ ഞാനൊരു 100 രൂപ കൊടുത്തു. എൻ്റെ കയ്യിൽ ആകെ 200 ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ സ്ത്രീ ഉണ്ടല്ലോ പറയുന്നത്, അല്ലല്ല 200 ഞാൻ പറഞ്ഞു വാ എൻ്റെ കയ്യിൽ ഇത്രയേ ഉള്ളൂ. എനിവേസ് എനിക്ക് ഒരു ഇന്ത്യൻ ഫ്ലാഗ് കിട്ടി. നമ്മൾ പിന്നെ കുറച്ച് പേട്രിയോട്ടിക് ആയതുകൊണ്ട് എനിക്ക് നല്ലൊരു ഫീലിംഗ് വരുന്നുണ്ട് ഇപ്പോൾ ഈ ഇന്ത്യയുടെ ഫ്ലാഗ് ഉള്ളതുകൊണ്ട്. നമുക്കെന്നാൽ ഈ ഹാളിൽ നിന്ന് നമ്മൾക്ക് വേറെ എക്സിബിഷൻ ഹാളിലേക്ക് പോകാം. കാരണം ഇവിടെ അധികം ഇല്ല, ഇവിടെ കൂടുതലും ബാറ്ററീസാണ്. ഒരു മേക്ക് ഇൻ ഇന്ത്യയുടെ സ്റ്റോർസ് ഹാളും കൂടി ഉണ്ട്. എന്ന് വെച്ചാൽ ഹാളല്ല, ഒരു കമ്പനി, അതും നോക്കാം. സോൾട്ടേറ EV ചാർജേഴ്സ് എന്ന് പറഞ്ഞിട്ട്. ഇതാണ് മേക്ക് ഇൻ ഇന്ത്യയുടെ ഒരു കമ്പനി. ഈ കമ്പനിയുടെ പേരാണ് സോൾട്ടേറ.
നമ്മൾ ബേസിക്കലി നമ്മളുടെ ഇന്ത്യൻ പ്രൊഡക്ഷനെ കൂടുതലും സപ്പോർട്ട് ചെയ്യണം. ഇപ്പോൾ നമ്മൾ ദുബായിലായാലും ശരി, നമ്മൾ കുറേ സാധനങ്ങൾ നമ്മൾ മേടിക്കുന്നത് നമ്മളുടെ സ്വന്തം പ്രൊഡക്ഷന് കൂടുതലും മേടിക്കാൻ നോക്കേണ്ടത്. ഇറ്റ് ആക്ച്വലി നോട്ട് ഓൺലി സപ്പോർട്ട്സ്, ഇറ്റ് ഓൾസോ ബൂസ്റ്റ് അവർ എക്കണോമി. നമ്മളുടെ രാജ്യത്തിനെ മുമ്പിലേക്ക് കൊണ്ടുവരും. ഞാൻ ദുബായിലുണ്ടായിരുന്നപ്പോഴും ബേസിക്കലി മേടിക്കുന്ന സാധനം എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ത്യൻ പ്രൊഡക്ട്സാണ് കൂടുതലും മേടിച്ചിരുന്നത്. ഭക്ഷണ കാര്യങ്ങൾ ഞാൻ പറയുന്നത് കൂടുതലും. അപ്പോൾ എവിടെ നിന്ന് ഇന്ത്യൻ പ്രൊഡക്ട്സ് വരുന്നത്, ഞാൻ ഏറ്റവും കൂടുതൽ മേടിച്ചിരുന്നത് ഇന്ത്യൻ പ്രൊഡക്ട്സ് ആയിരുന്നു. കാരണം ഇത് ആക്ച്വലി നമ്മളുടെ ഒരു ഇത് എന്ന് വെച്ചാൽ നമ്മൾ മേടിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരാൾ വിചാരിക്കണമല്ല, 10 ആൾക്കാർ ഇത് വിചാരിച്ചാൽ, അല്ലെങ്കിൽ ആയിരക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാർ വിചാരിച്ചാൽ വെൻ യു ബൈ പ്രൊഡക്ട്സ് ഓഫ് ഇന്ത്യൻ മെയ്ഡ്, ഇന്ത്യൻ ഒറിജിൻ, ഇറ്റ് ആക്ച്വലി ബൂസ്റ്റ് അവർ എക്കണോമി. ഓക്കെ, ഇവിടെ ഫുഡ് സ്റ്റോളിൻ്റെ ഏരിയ ഉണ്ട്. ആർക്കെങ്കിലും ഭക്ഷണം കഴിക്കണമെന്ന് വെച്ചാൽ ഇവിടുന്ന് കഴിക്കാം. ഇവിടെ കുറേ ഇങ്ങനെ സ്ട്രീറ്റ് ഫുഡ് ട്രക്കൊക്കെ ഉണ്ട് കേട്ടോ. ഇന്ന് കുറച്ച് വെയിലുള്ളതുകൊണ്ട് അധികം തണുപ്പായിട്ട് നമുക്ക് തോന്നുന്നില്ല, ഉഷ്ണിക്കണമില്ല. എന്നുവെച്ചാൽ ക്ലൈമറ്റ് 17 ഡിഗ്രീസാണ്. അപ്പോൾ നല്ലൊരു സുഖം എന്നുവെച്ചാൽ ഇങ്ങനെ കറങ്ങാനൊക്കെ ഈ ക്ലൈമറ്റ് നല്ലതാണ്. ഐ തിങ്ക് ദാറ്റ്സ് വൈ അവർ ഈ സമയത്ത് തുടങ്ങിയത് ഇതൊക്കെ. എന്നുവെച്ചാൽ ബേസിക്കലി വിൻ്റർ സമയത്താണ് ഈ കൂടുതൽ എക്സിബിഷൻസ് ഉണ്ടാവാറ്. എനിക്ക് പിന്നെ നടക്കാനൊരു മൂഡ്, നല്ല മൂഡ്. അവിടെ എന്തൊക്കെ ബേൺ ഔട്ട് ചെയ്യേണ്ടവർ ടയർ ഒച്ച കേട്ടോ നിങ്ങൾ. എനിക്കൊന്ന് വണ്ടി ഇത് ചെയ്യണമെന്ന് അവർ ഫുള്ള് ടയറിൻ്റെ ബേൺ ഔട്ട്. അവിടെ വരെ എത്തുമ്പോൾ തീരാണ്ടിരുന്നാൽ മതി. മക്കളെ എന്തായിരുന്നു നമ്മളാ കണ്ടത്? ഒരു BMW ആണ് തോന്നുന്നു. എൻ്റെ അമ്മേ, ഫുള്ള് എന്താ ബേൺ ഔട്ട് സെഷനായിരുന്നു അത്. ജനങ്ങളെ കണ്ട പിന്നിൽ ഇഷ്ടം പോലെ ജനങ്ങളുണ്ട്. എൻ്റെ അമ്മോൻ എന്തായിരുന്നു അത് കണ്ട? കേൾക്കണില്ല ഒച്ച? അടിച്ചു പൊളിക്കുന്നവർ 2 BMW വെച്ചിട്ട്. ടയറിൻ്റെ ഭയങ്കര സ്മെല്ല് എന്ന് വെച്ചാൽ ഫുള്ള് ഇതടിച്ചിട്ടേ തിരിഞ്ഞിരിഞ്ഞ് ഫുള്ള് ടയർ കത്തിയ നല്ല സ്മെല്ലുണ്ട്. സംഭവം നമ്മൾ ഇപ്പോൾ ഇരിക്കുന്നത് എവിടെയാണ്? വസുദേവ കുട്ടുംബകം. അവിടെ എഴുതിയിട്ടുണ്ടോ ഭാരത് കൺസ്ട്രക്ഷൻ എക്യുപ്മെൻറ്റ് എക്സ്പോ, സ്റ്റീൽ പവലിയൻ, ഭാരത് മൊബിലിറ്റി, ഇന്ത്യ സൈക്കിൾ ഷോ. ഇപ്പോൾ ഇവിടെയാണ് എല്ലാം ഉള്ളത്. ആദ്യം ഇതിൻ്റെ മുകളിൽ എഴുതിയിട്ടുണ്ട് ഇൻഫർമേഷൻസ്. ഹാൾ 5 ഫുഡ് കോർട്ട്, ദാറ്റ് ഈസ് ഫസ്റ്റ് ഫ്ലോർ. ഹാൾ 4 നമ്മുടെ ഇന്ത്യ സൈക്കിൾ ഷോ. ഹാൾ 4 പിന്നെ സ്റ്റീൽ പവലിയൻ ഉണ്ട്. പിന്നെ ഹാൾ 3 DPIIT. അതെന്താ സംഭവം? മൊബിലിറ്റി പവലിയൻ. ഹാൾ 2 മീഡിയ ലൗഞ്ച്. ഹാൾ 1. അപ്പോൾ ഇതാണ് ഹാൾ നമ്പർ 4 സ്റ്റീൽ പവലിയൻ. ഓർഗനൈസർ ഇന്ത്യൻ സ്റ്റീൽ അസോസിയേഷൻ. നമ്മൾക്ക് കാണാം കുറച്ച് സ്റ്റീലൊക്കെ എന്തൊക്കെ സംഭവങ്ങൾ. ആ സംഭവം മനസ്സിലായേ ഗൈസ്? ഇത് ആക്ച്വലി സ്റ്റീലില്ലാണ്ട് നമുക്ക് വണ്ടികൾ ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ ആ സ്റ്റീൽ വെച്ചിട്ടുണ്ടെങ്കിൽ റോയൽ എൻഫീൽഡ് ഉണ്ടാക്കിയത്. ഈ റോയൽ എൻഫീൽഡ് ഉണ്ടാക്കിയാറാണ് നമ്മളുടെ ഗേറ്റ്സ് ബെൽറ്റ് ഡ്രൈവ്. എസ്റ്റാബ്ലിഷ് 1911 എന്ന് വെച്ചാൽ ഇൻഡിപെൻഡൻസ് കിട്ടുന്നതിന് മുമ്പ് ഈ സൈക്കിളൊക്കെ ഉണ്ടാക്കിയത് നമ്മളുടെ ആ സ്റ്റീൽ വെച്ചിട്ടാണ്. നമ്മളുടെ ഈ മൊബിലിറ്റി ആക്ച്വലി ഉണ്ടാവുന്നത് തന്നെ ഈ റോ പ്രൊഡക്റ്റാണ് നമ്മളുടെ സ്റ്റീൽ. ഞാനൊരു കാര്യം ഇപ്പോൾ ശ്രദ്ധിച്ചു, എവിടെ ഈ ആക്ഷൻ ഉണ്ടോ പിന്നെ വണ്ടികളുണ്ടോ എന്താ വെച്ചാൽ ഈ റോ പ്രൊഡക്റ്റ് അല്ല, ഉണ്ടാക്കി കഴിഞ്ഞ പ്രൊഡക്റ്റ് അത് കാണാനാണ് ഏറ്റവും കൂടുതൽ ജനങ്ങളുള്ളത്. ഇങ്ങനത്തെ കിറുക്കന്മാർ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. എന്താ വെച്ചാൽ നമ്മൾ അറിയണ്ടേ, അതിനെ പറ്റിയിട്ടുള്ളൊരു ഇൻഫർമേഷൻ വേണ്ടേ, ഇതൊക്കെ എവിടെ നിന്നാണ് ഉണ്ടായത്, എങ്ങനെ ഉണ്ടായത്. അപ്പോൾ ബേസിക്കലി ഞാൻ ഇവിടെ വന്നപ്പോൾ സ്റ്റീലിൻ്റെ ഇതിൽ അധികം ആൾക്കാരില്ല, കണ്ടില്ല. ഈ ഹോള് ആക്ച്വലി കംപ്ലീറ്റ്ലി എംപ്റ്റിയാണ്. കാരണം എന്താ, ആൾക്കാർക്ക് ഇതൊന്നും അറിയണ്ട. അവർക്ക് റോ പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ ഭക്ഷണം എങ്ങനെയാണ് ഉണ്ടാക്കണതോ അരി എങ്ങനെ ഉണ്ടാക്കണതെന്നോ ഒന്നും അറിയണ്ട. അവർക്ക് അരി കിട്ടിയാൽ മതി, അത്രേ ഉള്ളൂ. ബാക്കി കല്ലുവല്ലി. ഇതാണ് ജയ്സ്വാൾ നീക്കോ ഇൻഡസ്ട്രീസ്. അവരുണ്ടാക്കണതേ സംഭവങ്ങൾ സ്റ്റീൽ ഇവിടെ ഉണ്ട്. ഇതാണ് മേക്ക് ഇൻ ഇന്ത്യ ആൻഡ് ഐ ആം സോ പ്രൗഡ്
that this all is made in India. ഇതാണ് ഞാൻ പറഞ്ഞത് ഇൻഫർമേഷൻ. ഈ ഇൻഫർമേഷൻ നമ്മൾക്ക് ഇവിടെ കിട്ടി. ഇതേ JSLA ജിന്തൽ സ്റ്റെയിൻലെസ് സ്റ്റീലാണ് വന്ദേ ഭാരതിൻ്റെ ഫുള്ള് കൺസ്ട്രക്ഷനും ഇതും ചെയ്തത്. കണ്ടാ ഈ സംഭവം പുറത്തുള്ള ആൾക്കാർ ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ വരാഞ്ഞിട്ട് അവർക്ക് മനസ്സിലാവുന്നത് ഇതൊക്കെ ഒരു ഇൻഫർമേഷൻ അല്ലേ ഭായി, ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ടതല്ലേ. ഇൻഫർമേഷൻ ഈസ് ഓൾവേസ് വാല്യുബിൾ. പക്ഷേ ഞാൻ എല്ലാവരും അല്ലോട്ട് പറയുന്നത്, പക്ഷേ ഭൂരിപക്ഷം ആൾക്കാർക്ക് റോ പ്രൊഡക്റ്റ് കാണണ്ട, എന്താ സംഭവിക്കണമെന്ന് അറിയണ്ട, നേരെ അങ്ങോട്ട് ഇരിക്കുക, ഭക്ഷണം കഴിക്കുക, അത്രേ ഉള്ളൂ. അതാണ് ഒരു മെൻറ്റാലിറ്റി. അത് ഇന്ത്യയിൽ മാത്രമേ, എല്ലായിടത്തും. ഓക്കെ, ചില ആൾക്കാരുണ്ട്, ദേ ആർ ഇൻക്വിസിറ്റ് ടു നോ അബൌട്ട് ദിസ്, ടു ലേൺ അബൌട്ട് ദിസ്. എങ്ങനെ നമ്മൾ ഈ സംഭവം ഉണ്ടാക്കിയത്, ഈ സ്റ്റീൽ എങ്ങനെ നമ്മൾ കണ്ടുപിടിച്ചത്, എവിടെ നിന്നാണ് നമ്മൾക്ക് ഈ സ്റ്റീൽ കിട്ടുന്നത്, പ്രൊഡ്യൂസ് ചെയ്യണത്, അതിൻ്റെ പ്രൊഡക്ഷനും പ്ലസ് അതിൻ്റെ കോർ റോ പ്രൊഡക്റ്റ് നമ്മൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്, ഇതൊക്കെ വളരെ അധികം ഇൻഫർമേഷണൽ സാധനമാണ്. നമ്മൾ അറിഞ്ഞിരിക്കണം. അത് ബേസിക്കലി വാല്യൂ കൂട്ടുള്ളൂ നമ്മളുടെ. മനസ്സിലായല്ലേ? എഡ്യൂക്കേഷൻ ഈസ് പവർ. പക്ഷെ എന്ത് ചെയ്യും, പുറത്തെ ആൾക്കാരെ കണ്ടില്ലേ. ഞാൻ നേരത്തെ അവിടെ നിന്നൊന്നും കഴിച്ചില്ല. അപ്പോൾ ഇതേ ഇവിടെ ഫുഡ് കോർട്ട് ഒന്ന് ഇരുന്നിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. അവിടെ ഇരിക്കാനുള്ള സ്ഥലം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനത് ക്യാൻസലാക്കി. ഇവിടെ ഫുഡ് കോർട്ട് കിട്ടിയിട്ട് നമുക്ക് ഇവിടെ നിന്നെങ്കിലും കഴിക്കാം. ഗായ്സ്, സംഭവം ഇത് ഇത്രയും വലിയ ഹോളാട്ടോ, ഭയങ്കര വലിയ ഹോളാണിത്. ബേസിക്കലി ഞാൻ ഇതാദ്യമായിട്ടാണ് കാണുന്നത് ഇങ്ങനത്തെ. എനിക്കൊന്നും ഇത് പുതിയതായിട്ട് പണിത പ്രകൃതി മൈതാൻ കഴിഞ്ഞിട്ടുള്ള പുതിയതായിട്ട് പണിത ഒരു ഇതാണ് സംഭവം. കണ്ടില്ലേ, ഭയങ്കര വലിയ ഹോൾ ഇത്. ഹോൾ നമ്പർ 5 മാത്രമല്ല, ഹോൾ നമ്പർ 4, ഹോൾ നമ്പർ 3, 2, 1 എല്ലാതും നല്ല സ്പേഷ്യസ് സംഭവമായിട്ടത്. സംഭവം എനിക്കൊന്ന് റോട്ടിയും എല്ലാ സംഭവങ്ങളും ഉണ്ട്, റൈസും ഉണ്ട്. ഈ ഒരു പ്ലേറ്റിൽ അങ്ങോട്ട് 300 രൂപയ്ക്ക് ഫുഡ് കിട്ടും. 300 രൂപ എന്ന് പറഞ്ഞാൽ നമ്മുടെ 15 രൂപയോളമായി, 15 ദിറം. ഓക്കെ, അപ്പോൾ ഇതാണ് സംഭവം. 2 റോട്ടി ഉണ്ടെന്ന് തോന്നുന്നു, പിന്നെ പനീർ, പിന്നെ എന്താണ് ചാവലുണ്ട്, പിന്നെ ചോലെ, പിന്നെ കുറച്ച് സബ്ജി, സലാഡ്, പിന്നെ മിക്സറുണ്ട്. മിക്സറല്ല, മിക്സർ, നമ്മുടെ എന്താ പറയുക, അച്ചാർ, പിക്കിള്. അപ്പോൾ സംഭവം 300 രൂപയ്ക്ക് ഇത്രയും സംഭവങ്ങളുണ്ട്. സാധാരണ നമ്മൾ ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ, ഇത് റോട്ടി കേട്ടോ, ചപ്പാത്തിയാണ്. അപ്പോൾ നമ്മൾ സാധാരണ തണുത്തിട്ട് ഇരിക്കുക, അയ്യോ ചൂടില്ല. സാധാരണ നമ്മൾ ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ വരുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ എങ്ങനെയാണ് സംഭവം. ആകെ ഒരു എന്താണ് പറയുക, വില കൂടുതലും പിന്നെ ടേസ്റ്റൊന്നും അധികം ഉണ്ടാവാറില്ലാത്തതാണ്. എന്തായാലും നമ്മളിതൊന്ന് കഴിച്ചു നോക്കാം, എങ്ങനെയാണ് നോക്കാം ടേസ്റ്റ്. ഓക്കെ, ചപ്പാത്തി കുറച്ചൊരു ഞാൻ പറഞ്ഞില്ല തണുത്തതാ, ചൂടില്ല. അപ്പോൾ ഞാൻ ഇനി കഴിച്ചിട്ട് നിങ്ങളുടെ അടുത്ത് വരാം. ഗായ്സ്, ഞാനിപ്പോഴാണ് നമ്മുടെ സ്വന്തം ഹീറോ ബൈക്കിൻ്റെ എക്സിബിഷൻ സെൻറ്ററിൽ, ഇവിടെ അവരുടെ ഹാളിൽ എൻ്റെ മക്കളെ ഓരോരോ വണ്ടികൾ കണ്ടാണല്ലോ നമ്മുടെ രാജ്യത്ത് നിന്ന് ഉണ്ടാക്കുന്നത്. ഐ മീൻ ഇറ്റ് ക്യാൻ ബി കമ്പയർഡ് വിത്ത് ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്. സത്യം പറഞ്ഞാൽ അത്രയും അടിപൊളി വണ്ടികളാണ് ഇന്ന് ഞാൻ ഈ കാണുന്നത്. എൻ്റെ ജീവിതത്തിൽ ഞാൻ വിചാരിച്ചിട്ടില്ല ഹീറോ ആദ്യൊരു കമ്പനി ഇങ്ങനത്തെ പ്ലസ് ബജാജ് ഇതിനൊക്കെ നല്ല ഒരു ഇങ്ങനത്തെ ബൈക്കുകൾ ഉണ്ടാക്കുന്നു. ബട്ട് ഇൻ 20 to 30 years span of time where we have reached now. ഗായ്സ്, ഇതെന്നെ വട്ടുപിടിപ്പിക്കണേ. എന്താ മണം വണ്ടികളും, പിന്നെ ഒരു രക്ഷയില്ല. എനിക്ക് ഇവിടെ നിൽക്കണമെന്നുണ്ട്, ഫുള്ളൊന്ന് കാണുന്നുണ്ട്. പക്ഷെ പ്രശ്നം പറഞ്ഞാൽ ഭയങ്കര തിരക്ക്. പിന്നെ അതിൻ്റെ മുകളിൽ കൂടെ ആൾക്കാർ നമുക്ക് വീഡിയോ എടുക്കാൻ സമ്മതിക്കുന്നതല്ല, അതിൻ്റെ ഇടയിൽ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഭയങ്കര ഒരു ബുദ്ധിമുട്ട്. അപ്പോൾ എനിക്ക് അവനിപ്പോൾ എന്തോ ഏൽപ്പിക്കണം, കാരണം അവൻ സ്കൂളിൽ നിന്ന് വരും. ചാവി എൻ്റെ വീടിൻ്റെ, ഫാമും പുറത്ത് പോയിരിക്കുക. അപ്പോൾ നമ്മൾക്ക് ഇന്ന് ഇത് ഇവിടുന്ന് വെച്ച് നിർത്തേണ്ടി വരുമെന്ന് തോന്നുന്നു. ഓൾറെഡി 1.25 ആയി. പക്ഷേ എന്ത് പറഞ്ഞാലും ഏറ്റവും കൂടുതൽ തിരക്കുള്ളത് നമ്മളെ
ഹീറോൻ്റെ ഹാളിലാണ്, മനസ്സിലായില്ല, അവരുടെ എക്സിബിഷനിലാണ്. എന്താ ജനങ്ങളറിയും ഹീറോയുടെ. കാരണം ഹീറോ ഇക്കൊല്ലം ഇറക്കണ വണ്ടികൾ എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ സ്റ്റൈലിംഗാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, ഒന്നും പറയണ്ട, ഒരു രക്ഷയില്ല. എനിക്ക് ഏത് വണ്ടി എടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ വന്നുപോയി ഹീറോൻ്റെ വണ്ടി കണ്ടിട്ട്. ഈവൻ സ്കൂട്ടർ വരെ, വെറും ബൈക്കല്ല, സ്കൂട്ടർ വരെ, അടിപൊളി സ്കൂട്ടേഴ്സ്. പുറത്ത് വന്നപ്പോൾ കുറച്ച് സമാധാനമായി, ഉള്ളിൽ ശ്വാസം കിട്ടുന്നുണ്ടായിരുന്നില്ല. അത്രയും ജനങ്ങളും പിന്നെ എ സിയും ഇട്ടുണ്ടാവും, പക്ഷെ അത് വർക്ക് ചെയ്യണ്ടോ ഇല്ലെന്ന് അറിഞ്ഞൂടാ. വർക്ക് ചെയ്യുന്നുണ്ടാവും, പക്ഷെ ആൾക്കാർ ഇത്രയും ആൾക്കാർ കാരണേ. പിന്നെ ഇന്ന് എല്ലാതും എന്നുവെച്ചാൽ സോൾഡ് ഔട്ട് ഉണ്ടെന്ന്. ഇന്ന് ബേസിക്കലി വേറെ ആരെയും അവർ എൻട്രി ചെയ്യിപ്പിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് നിങ്ങൾ വരാൻ നോക്കണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഓൺലൈൻ കിട്ടില്ല. നാളത്തേക്ക് ഞാൻ എടുത്തിട്ടുണ്ട്, പക്ഷേ ഇനി നാളെ വരാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ. എൻ്റെ കാല് വേദന എടുത്ത് തുടങ്ങിയപ്പോൾ അത്രയും നടന്നു ഞാൻ. അപ്പോൾ നമ്മൾക്ക് ഇനി പോവാം. കാരണം യാവിൻ 2:30 സ്കൂളിൽ നിന്ന് വരും. അപ്പോൾ അതിന് മുമ്പ് എനിക്ക് വീട്ടിലെത്തണം. പാമ എന്നെ വിളിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് പ്രശ്നങ്ങൾ നമ്മൾക്ക്. എന്തെങ്കിലും ഇതാവുമ്പോൾ ഇന്ന് തന്നെ അവൾക്കും പോകണമായിരുന്നു, അല്ലെങ്കിൽ അവളുടെ ബ്രദർ വരുന്നുണ്ട്. അപ്പോൾ അവൻ്റെ വീട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവൻ വെക്കേഷൻ പോയിരിക്കായിരുന്നു. അപ്പോൾ അവൻ തിരിച്ചു വരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവൾ പോയിരിക്കുക, ഒന്നുമില്ല അതൊന്ന് ക്ലിയർ ആക്കാൻ വേണ്ടി. ആ ഭാഗത്ത് ഇപ്പോഴും ജനങ്ങളുടെ കൂട്ടാണ്. എന്താ തിരക്കാട് നോക്കിയാൽ. ഇതന്നെ ആ BMW റേസിങ് അവർ കാണിക്കണില്ലേ, BMW 3 കണ്ടിരുന്നു ഒന്നത് കണ്ട. തിരക്കണ്ട, അയ്യോ ഒന്നും പറയണ്ട, അത്രയും ജനങ്ങൾ. അപ്പോൾ ഓക്കെ, ഇന്നത്തേക്ക് ഇത്രയും മാത്രം. എനിക്കിപ്പോൾ ഇവിടുന്ന് ഞാൻ പറഞ്ഞില്ല, ഞാൻ മെട്രോ ത്രൂ ആണ് വന്നത്. അപ്പോൾ നിങ്ങൾ ആർക്കെങ്കിലും വരണം വെച്ചാൽ, ഡൽഹിയിലുള്ളവർ മെട്രോയിൽ ത്രൂ വരണം വെച്ചാൽ നമ്മുടെ സുപ്രീം കോർട്ടിൻ്റെ മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങണം. അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഡയറക്റ്റ് ഇങ്ങോട്ടേക്ക് തന്നെ 3 മിനിറ്റ് 5 മിനിറ്റിൻ്റെ വഴിയുള്ളൂ. 5 മിനിറ്റും ഇല്ല, 3 മിനിറ്റിൻ്റെ നടക്കേണ്ട ദൂരമുള്ളൂ. അത് അവരെന്നെ ഗൈഡ് ചെയ്തിട്ടുണ്ട് നല്ലോണം അവിടെ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയും മാത്രം. കാണാം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. ബൈ.